ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഫ്ലവേഴ്സ് മാത്രം വെച്ചിട്ടുള്ളൊരു ഹെയർ ബ്രൂച്ചാണ്. അപ്പോൾ ഇങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ? നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല വൈറ്റ് കളറിലുള്ള അടിപൊളി ഫ്ലവറാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. കഴിയുന്ന പോലെ ഞാൻ എല്ലാവർക്കും കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിൽ വളരെ കുറച്ച് മെറ്റീരിയൽസാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അത്ര കോസ്റ്റ്ലിയും കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ റേറ്റും എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ എവിടെ നിന്നാണ് ഈ ഒരു മെറ്റീരിയൽസ് വാങ്ങുന്നത്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. ഇത് നമുക്ക് ബട്ടൺ ഹൗസ്, ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതുപോലെ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അത് പാക്കറ്റായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിന് 50 രൂപയാണ് കേട്ടോ. അതിൽ വളരെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് പല കളേഴ്സിലും പല സൈസിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് ഞാൻ ഇതുപോലെ ആക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് സെറ്റ് ആക്കുന്നത് എന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്കിതുപോലെയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ വേണ്ടത്. കണ്ടില്ലേ, നല്ല അടിപൊളി ഫ്ലവേഴ്സാണ്. ഇതൊരു കട്ടയായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ ഷോപ്പിൽ ചെന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഒരൊറ്റ കട്ടയായിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കട്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഞാനിങ്ങനെ കാണിക്കുമ്പോൾ കണ്ടില്ലേ ഒരുപാട് ഫ്ലവേഴ്സ്. ഇതിൽ തന്നെ ഒരു 10-25 ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കാണുന്നത് പോലെയല്ല, അതിൽ നിന്നാണ് ഞാൻ അത്രയും ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഈ ലൂസായിട്ട് കിടക്കുന്നതും അതിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഗിയർ വയറാണ്. പിന്നെ വേണ്ടത് ഈ ഒരു ഫ്ലവർ ടേപ്പാണ്, ഗ്രീൻ ടേപ്പ് എന്നൊക്കെ പറയും. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ ബീഡ്സ് ആണ്. ഇത് നടുക്ക് വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു വൈറ്റും ഗോൾഡും കോമ്പിനേഷൻ അടിപൊളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു സിസറാണ് കേട്ടോ. പിന്നെ അടുത്തത് വേണ്ടത് ഇതുപോലെയുള്ള നീളത്തിലുള്ള വയറാണ്. ഇത് ഓർഗൻസ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അധികം യൂസ് ചെയ്യുന്നത്. ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യും, പക്ഷേ അത് വിസിബിൾ ആവാത്ത രീതിയിലുള്ള ജ്വല്ലറീസ് ആണെങ്കിൽ അടിപൊളിയാവും. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഗിയർ വയർ എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ ആ ഒരു കമ്പി കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഗം എടുത്തിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് തേച്ച് കൊടുക്കുകയാണേ. നടുക്ക് മാത്രം തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവറിനേക്കാളും കുറച്ചും കൂടി ഇങ്ങനെ വിരിയാനായിട്ട് നിൽക്കുന്ന പോലെയുള്ള ഒരു ഫ്ലവർ കിട്ടും. ആ ഒരു ബീഡ് നമ്മൾ അതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഭാഗം ആ ഒരു ബീഡിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഫുള്ളായിട്ട് വിരിയാതെ നിൽക്കും. അതാണ് ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗി. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതേ നമ്മളുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു ഫ്ലവേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ആ ഒരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ആ ഒരു തണ്ടിലിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അത്യാവശ്യം ലെങ്ത്തിൽ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ താഴെ കാണുന്ന ആ ഒരു ഫ്ലവേഴ്സ്. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ 3 വീതം ആക്കി എടുക്കുക എന്നുള്ളതാണ്. ആ താഴെ കാണുന്ന ഫ്ലവേഴ്സ് ഫുള്ള് ഈ ഒരു 3 ഫ്ലവേഴ്സ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ മുകളിലും തൊട്ട് താഴെയായിട്ട് 2 ഫ്ലവർ വരുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് ഒന്നും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം ഇത്രയും ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കമ്പിയിൽ ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം പിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഫ്ലവർ എടുത്തിട്ട് ആ ഒരു കമ്പിയിൽ നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. നല്ല ഭംഗിയിൽ പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഫ്ലവറും കൂടെ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എല്ലാം ഒരുപോലെ ആയിരിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ പിരിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് മാത്രമാണ്. വല്ലാണ്ട് ഇങ്ങനെ കൂടി നിൽക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഗ്യാപ്പിൽ വേണം നമ്മൾ ചുറ്റി കൊടുക്കാനായിട്ട്. ഓരോ ഫ്ലവേഴ്സും ഓരോന്നായിട്ട് നിൽക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത്. നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് ഫുള്ള് ഇതിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായില്ലേ? അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ? എല്ലാം ഒരുപോലെയാണ്. ഇതിൻ്റെ ബാക്ക് കണ്ടില്ലേ? ഇത് നമ്മൾ ആ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഗ്രീൻ ടേപ്പ് എടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രോച്ചിൻ്റെ കമ്പിയിൽ ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മളിത് കെട്ടി കൊടുക്കുകയാണ്.
ചുറ്റി ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ വേണം ചുറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചുറ്റി കൊടുക്കുന്നത് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് പതുക്കെ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നല്ല ഭംഗിയിൽ വേണം നമ്മൾ ആ ഒരു കവറിങ് ചെയ്യാനായിട്ട്. തലയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഭംഗിയൊക്കെ വേണ്ടേ. അപ്പോൾ അത് സാവധാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ആ ഒരു ഫ്ലവേഴ്സ് ഡാമേജ് ആവാത്ത രീതിയിൽ വേണം നമ്മളത് ചുറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളത് സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ആ ഒരു ഗ്രീൻ ടേപ്പ് നമ്മളതിൽ ഫുള്ള് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ എൻഡിങ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഗ്രീൻ ടേപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്ത് ചുറ്റി കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു കമ്പി വളച്ച് കൊടുക്കുക കേട്ടോ. റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഒരു എൻഡിങ് നമ്മൾ വൃത്തിയിൽ ചെയ്യേണ്ടതാണ്. കുത്താത്ത രീതിയിൽ, ബാക്കി വരുന്ന ആ ഒരു കമ്പി കുത്താത്ത രീതിയിലാവണം കേട്ടോ. അത് കാരണം കൊച്ചു പിള്ളേർക്ക് യൂസ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത്, കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മളിതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. ആ ഒരു അറ്റം പിടിച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളുടെ ഫ്ലവർ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഫ്ലവർ, രണ്ട് സൈഡിലായിട്ട് രണ്ട് ഫ്ലവർ, പിന്നെ ഒരു ഫ്ലവർ, പിന്നെ രണ്ട് സൈഡിലായിട്ട്, അങ്ങനെ വേണം നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഈ ഒരു ബ്രൂച്ചിന് നല്ല ഭംഗിയായിരിക്കും. കാരണം നടുക്കിലൂടെ ഫ്ലവേഴ്സ് പോവുകയും ചെയ്യും, അതുപോലെ രണ്ട് സൈഡിലൂടെയും ഫ്ലവേഴ്സ് ഉണ്ടാവും. അതായത് ഈ ഒരു ബ്രൂച്ച് ഫുൾ ഫില്ലായിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ബ്രൂച്ച് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ബ്രൂച്ച് കാണാനായിട്ട്? അടിപൊളിയായില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇതുപോലെ മെറ്റീരിയൽസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വലിയ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ടതിൽ. ആകെ ആ ഒരു ഫ്ലവറും പിന്നെ ആ ഒരു ബീഡ്സും മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒട്ടും അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ബ്രൂച്ചാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കൊച്ചു പിള്ളേർക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഹെയർബോ വയ്ക്കുന്ന പോലെ വെച്ചിട്ട് നമ്മൾ സ്ലൈഡ് വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും റിബൺ വെച്ച് കൊടുത്താൽ ബാക്കിലോട്ട് അങ്ങ് കെട്ടി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്കിത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.